അപ്പോൾ ആ ഹോസ്പിറ്റലിലുള്ള ഒരു ഏറ്റവും എൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് സൂപ്പറാണെങ്കിലും അവിടുന്ന് കിട്ടിയ അനുഭവം ഭയങ്കര ഹാർഡെന്ന് വെച്ചാൽ അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ സമയത്ത് കൂടെ എക്സ്ട്രാ ആളുണ്ടായിരുന്നില്ല. അപ്പം പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉമ്മാരെ മോളാണ്. എൻ്റെ ഉമ്മാരെ മോളായത് കൊണ്ട് തന്നെ എൻ്റെ വിൽ പവർ അത്രയും വലുതായിരിക്കും. കാരണം എൻ്റെ ഉമ്മാവും എൻ്റെ ഡാഡിയും ഏടെ തളർന്നിട്ടോ തോറ്റിട്ടോ ഒന്നുമില്ല. കാരണം അങ്ങനത്തെ മനുഷ്യന്മാരെ മോളായതുകൊണ്ട് ഞാനും തോക്കൂല. അതുകൊണ്ട് ഓരോരോ പാഠങ്ങളും നമ്മളും എന്താന്ന് അതിൽ നല്ല നല്ല പുതിയ കാര്യങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഇപ്പോൾ എവിടെ കൊണ്ടിട്ടാലും ഞാൻ അവിടെ നിന്ന് എണീച്ച് വരുമെന്നില്ല. ആ ഒരു ലെസണാണ് ഈ സ്റ്റോറിയിലൂടെ ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഏത് സിറ്റുവേഷനായിട്ട് ആ സമയം നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുമെങ്കിലും നമ്മൾ ആ സ്റ്റേജ് നമ്മൾ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പതറില്ല. എന്നെക്കൊണ്ട് കഴിയും. കാരണം അള്ളാ നമുക്ക് പറ്റുന്നതേ നമ്മൾക്ക് തരൂലൂ. നമുക്ക് അനുഭവിക്കാനുള്ള ഒരു പ്രാപ്തി തന്നതുകൊണ്ട് ഞാൻ അന്ന് അനുഭവിച്ചത്. പക്ഷെ അതുകൊണ്ട് എനിക്ക് നഷ്ടങ്ങളൊന്നുമില്ല. എനിക്ക് ലാഭങ്ങളെ ഉണ്ടായിട്ടില്ല. കാരണം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾ കണ്ട് എന്ന് വെച്ചാൽ ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ഏറ്റവും ഒരു 100 രൂപ ഒരു 10 ഉറുപ്പ കടിക്കുക എന്ന് പറയുന്ന അതുവരെ വലിയ എക്സ്പെൻസീവായിട്ട് കണക്കാക്കുന്ന മനുഷ്യന്മാർ ആ 1 രൂപേൻ്റെ വില പോലും എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയിട്ട് മനസ്സിലായി. ഓൾറെഡി എനിക്ക് പൈസയുടെ മൂല്യം എനിക്കറിയാമെങ്കിലും ഓരോരോ മനുഷ്യന്മാർ ഉച്ചക്ക് കിട്ടിയ പാഴ്സലുണ്ടായ ആ ചോറ് രാത്രിയും കഴിച്ച് അങ്ങനെ ഒരു ഫുഡ് വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാരെ പോലും ഞാൻ കണ്ട്. അപ്പം അൽഹംദുലില്ലാ 100 പ്രാവശ്യം 1000 പ്രാവശ്യം പറഞ്ഞാലും നടക്കോ? എനിക്കിത് ചെറിയൊരു അനുഭവമാണ്. കാരണം എനിക്ക് എൻ്റെ ഉമ്മ എൻ്റെ ഡാഡിയും ഉണ്ടായത് ഞാൻ തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫ് വന്ന് അവരെനിക്ക് എല്ലാ ഫെസിലിറ്റീസും മാക്സിമം ലെവൽ അവർ ചെയ്തിരുന്നുണ്ട്. പക്ഷേ അന്ന് അത് ഞാൻ പഠിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യ ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹ് കാണിച്ചു തന്നെയാണ്. നിൻ്റെ ഒന്നും ഒരു പ്രശ്നമല്ല, ഇതിനെക്കാട്ടും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഞാൻ പഠിച്ചു. അപ്പോൾ സീ സൂൺ, ബൈ.